ഇതെന്നെ ഇങ്ങനെ വലിച്ചെറിഞ്ഞോണ്ടിരിക്കുന്നേ. നമ്മൾ അവിടെ വേസ്റ്റ് ഒക്കെ കൊണ്ട് കളയാൻ വേണ്ടി പോവാട്ടോ. ഒരുപാട് വേസ്റ്റ് നമ്മുടെ വീട്ടില് ആവശ്യമില്ലാതെ ഇങ്ങനെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. അത് വേസ്റ്റ് അല്ലേ? കുഞ്ഞാക്കുന്നേ. ഇത് ആമയുടെ പഴയ കാർ സീറ്റ് ആട്ടോ. നമ്മൾ ആ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. ജനിച്ചപ്പം മേടിച്ചത്. ഇച്ചിനെ പക്ഷെ നിനക്ക് ഇനി ഇരിക്കാൻ പറ്റില്ല. ഇത് ബിഗ്, നീ ബിഗ് ആയില്ലേ? നോക്കട്ടെ, ഇരുന്ന് നോക്കാണിച്ചേ. ഓക്കെ ഓക്കെ, അതൊക്കെയാണ്. ഓ, ഇതിങ്ങനെ ഇരിക്കാവോ നിനക്ക്? കിടക്കെന്നാലും ഇങ്ങനെ താട്ട്. ഓഹോ, ഇങ്ങനെ കിടന്നാ നമുക്ക് ഇങ്ങനെ എടുത്തോണ്ട് പോവാ. വേണ്ട, ഇങ്ങനെ ആട്ടി ഉറക്കുകയും ചെയ്യാം. ഇതിങ്ങനെ തൂക്കിയിട്ടല്ലോ, കെട്ടി തൂക്കിയിട്ടല്ലോ നമുക്ക് ഊഞ്ഞാലാക്കിട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മള് വേസ്റ്റ് കളയാനുള്ള ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുറെ വേസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ പഴയ ആവശ്യമില്ലാത്ത നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ കൊണ്ട് കളയാന്നിരിക്കും അല്ലേ? ആ, ഇത് വേസ്റ്റ് അല്ല. ഓക്കെ, സമ്മതിച്ചു, അത് വേസ്റ്റ് അല്ല കേട്ടോ. ഇത് വേസ്റ്റ് അല്ല. നമുക്ക് പിന്നെ ഈ ഗാർഡൻ വേസ്റ്റ്, നമ്മൾ ഈ ഗ്രാസ് ഫുള്ള് കട്ട് ചെയ്തതിന്റെ ആ ഗാർഡൻ വേസ്റ്റ് ഉണ്ട്. നമുക്ക് അതിന്റെ ബിന്നില്ലാത്തതുകൊണ്ട് അതും നമ്മൾ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കൊണ്ടേ കളയണം അല്ലേ? അപ്പൊ നമ്മൾ വിചാരിച്ചു ബാക്കിയുള്ള എല്ലാ ചില്ലറ സാധനങ്ങളെല്ലാം കൊണ്ടേ കളയാന്ന്. ആക്ച്വലി ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങള് നമ്മള് വേസ്റ്റിലോട്ട് ഇടുവല്ല കേട്ടോ. അവിടെ വെച്ചാൽ മതി. അവിടെ വെച്ചാൽ ആവശ്യമുള്ളവർ എടുത്തോണ്ട് പോയി. അവിടെ ഒരു ഏരിയ ഉണ്ട് വെക്കാനായിട്ട്. ഇതിന്റെ ബോക്സ് ഒക്കെ ഉണ്ട്. ബോക്സ് ഒക്കെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതിന്റെ ബോക്സൊക്കെ നിന്നെ അല്ലടി മോനെ. ആ, സീറ്റ് വെക്കുന്ന കാര്യ പറഞ്ഞേ. ഇത് ആക്ച്വലി നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന സീറ്റിന്റെ ബോക്സാ. ഇതാണ് ഇപ്പൊ ഇരിക്കുന്ന സീറ്റിന്റെ. ഇത് നമ്മളെ പ്രാമിന്റെ കൂടെ നമ്മുടെ കാർ സീറ്റ് ചേഞ്ച് ചെയ്യാനായി. അതും ചേഞ്ച് ചെയ്യാനായി. അതൊക്കെ നമുക്ക് കളയാലടി ആമി, കളയാ. നിനക്ക് വേറെ മേടിച്ചു തരാന്ന്. ഇതൊക്കെ വേണമെങ്കിൽ OLX-ലിട്ട് വിറ്റാലേ ഇതൊക്കെ ആര് മേടിക്കാനാണ്? അങ്ങനെ വേണേ കൊടുക്കാൻ പറ്റും. ഇഷ്ടം പോലെ ഇവിടെ പുറത്ത് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തു വെച്ച് നോക്കായിരുന്നു ഒരു ദിവസം. ആരും എടുക്കൂല. ഇത് മഴ നനഞ്ഞ് ഒറ്റ ദിവസം വെക്കാനേ പറ്റുള്ളൂ. രണ്ടാമത്തെ ദിവസം തൊട്ട് ഇത് കേടായി. കാരണം അത് പൊടിയൊക്കെ അടിച്ചിട്ട് പിന്നെ പിള്ളേർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഇത് നോക്കി, ഇത് ഞങ്ങളിപ്പോ എത്ര 3.5 വർഷം, ആമിക്ക് 4 വയസ്സാവാറായത്. നോക്കി ഒരു പ്രശ്നമില്ല. വളരെ കുറച്ചേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ല, അത്ര അത് പൂപ്പല് പോലും പിടിച്ചിട്ടില്ല. അത്രയും നമുക്ക് നമ്മുടെ പ്രാം മേടിച്ചപ്പം അതിനകത്ത് 3-in-1 എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റപ്പ് ആയിരുന്നു. അതിനകത്ത് കിട്ടിയതാ. ഡാഡി ഇത് മാത്രം കളഞ്ഞാ മതി. ആമിയുടെ സീറ്റ് ഇതൊന്നും കളയാം. പഴയൊരു ഇത് കളയാവോ ആമി? ഇത് കളയാവോ? അത് കളയല്ലേ? ഒരുപാട് ഓർമ്മകളായ സാധനം ഇത്. ഇത് ഞങ്ങള് മുംബൈന്ന് കൊണ്ടുവന്ന പാത്രം. എറിയല്ലേ ചായ ഇങ്ങനെ താഴോട്ട് വെക്ക. സൗണ്ട് ആക്കുന്നേ. അരിപ്പയും കളയാനാ വെച്ചിരിക്കുന്നേ. നമ്മുടെ ഗ്യാരേജിലോട്ട് എത്തിയേട്ടാ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്നല്ലേ. എന്തുമാത്രം സ്പേസ് ഉള്ള ഒരു ഗ്യാരേജ് ആയിരുന്നു. അല്ല, ഇതിനകത്ത് കളയാന്നില്ല. കാരണം എല്ലാം തന്നെ നമ്മുടെ ക്യാമ്പിംഗ് റിലേറ്റഡ് സാധനങ്ങളാ. അതൊന്നും എടുത്ത് നിറയ്ക്കായിരുന്നല്ലേ ചായ? അതെ, ആ പൂള് ഇപ്പൊ വേണ്ട. അതിന് ഉച്ച സമയത്ത് നിറയ്ക്കണം. ദേ ഇവിടെ മുകളിലിരിപ്പുണ്ട് ആമീനെ കുഞ്ഞിലെ കുളിപ്പിച്ച അമ്മയുടെ ബാത്ത് ടബ്. സത്യം പറഞ്ഞ ഒന്നും കൊടുക്കാൻ തോന്നുന്നില്ല. ഇതെല്ലാം ഞങ്ങൾ കൊടുക്കാതെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. ആമിയുടെ ഊഞ്ഞാലടി. എന്റെ ഊഞ്ഞാല് ശരിയായില്ല മോനെ, പൊട്ടിക്കിടക്കുന്നല്ലേ. ഇതൊക്കെ അവിടെ കൊണ്ട് വെക്കായിരുന്നല്ലേ. അതുപോലെ കാര്യം വേണ്ടല്ലോ. വെറുതെ വേസ്റ്റ് ഇങ്ങനെ സ്ഥലങ്ങൾ ഇതാവുന്നല്ലാണ്ട്. അതേപോലെ ഇത് ആക്ച്വലി ഇല്ലേ നല്ല സാധനം. നമുക്കൊരു പോണ്ടാക്കാം. ഇത് ഒന്നും വേണ്ട. പോണ്ടൊന്നും ആക്കി അതിനകത്ത് ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇനി വേറെ ഹീറ്റർ മേടിക്കണം. ടെമ്പറേച്ചർ വേണ്ടാത്ത മീനുകളുണ്ട്. എന്നത് നമ്മൾ വന്ന സമയത്ത് കൊണ്ടുവന്ന 1-2 പെട്ടികളും ഉണ്ട് കേട്ടോ. ഇതിന്റെയൊക്കെ സിബ് പോയി. അതിന്റെ സിബ് തന്നെ എന്തൊക്കെ ഡാമേജ് ആയതായിരുന്നു. അതിനകത്ത് എന്റെ മറ്റേ പില്ലോയാ.
മറ്റേണിറ്റി പില്ലോ. ഇതിനകത്ത് വേറെ സാധനമുണ്ട്. എന്നാ വൈൽഡ് ക്രാഫ്റ്റിന്റെ ബാഗ്. ഞാൻ ഇതും കൊണ്ടുവന്നായിരുന്നല്ലേ ഫസ്റ്റ് വന്ന സമയത്ത്. മുംബൈയിലെ ഞാന് മുംബൈന്ന് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുവന്ന ബാഗാ വൈൽഡ് ക്രാഫ്റ്റ്. ഇതിനകത്ത് ഒരുപാട് സാധനം കയറും ഞാൻ പിടിക്കുന്നത്. ഇതെല്ലാം ഓർമ്മകളാണല്ലേ. ഇത് കളയണോ? ഇത് കണ്ടല്ലോ, ഇത് കളയണ്ടല്ലോ. അതിനകത്തിനെ വെച്ചോണ്ടിരിക്കണ അതിനെ കൊണ്ടുപോകോ? പിന്നെ ഇത് ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോഴേ കുറെ സാധനങ്ങൾ നമ്മള് വീട്ടിലോട്ട് കയറ്റിട്ട് ഡ്രസ്സൊക്കെ ഇതിനകത്ത് കയറ്റിയിട്ടാ. ഈ സാധനം ഇല്ലാതെ ഇത്ര കാലം ഞാൻ ബുദ്ധിമുട്ടിയെന്നറിയോ. അതങ്ങനെ ഒരു സാധനത്തിന്റെ കാര്യേ ഓർമ്മയില്ലായിരുന്നു. വേറൊരു യെല്ലോ ബാഗ് ഉണ്ട്, അത് ഓർമ്മയുണ്ടോ? വേറൊരു യെല്ലോ ബാഗ് ഉണ്ടായിരുന്നു, അത് ഓർമ്മയുണ്ടോ? ഹൈക്കിങ്ങിന് പോകുമ്പോ കൊണ്ടുവന്നുണ്ടോ? ഹൈക്കിങ്ങിന് പോകുന്നുണ്ടോ? എല്ലാം ഓരോ പർപ്പസ് ഉണ്ട്. അന്നേരം എടി ഇതിന്റെ സിബിന് കുഴപ്പമൊന്നുമില്ലടി. ഇത് ഈ ബാഗിനല്ലേ സിബിന് കുഴപ്പം? അത് നമ്മൾ കളഞ്ഞു ഓൾറെഡി. എന്നാ അത് നമ്മൾ കളഞ്ഞു തോന്നുന്നു ഓൾറെഡി അല്ലേ. ഒന്ന് അടച്ചു നോക്കി, സിബ് പ്രോപ്പറായിട്ട് അടയുന്നുണ്ടോ നോക്കി. അടയുന്നുണ്ടല്ലേ. എന്നാ അത് നമ്മളാ കഴിഞ്ഞ തവണ കൊണ്ടുപോയി കളഞ്ഞു. ഇത് കുഴപ്പമൊന്നുമില്ല. ആമിക്കുട്ടാ, നീ അവിടെ അതും ഇതൊന്നും ഇങ്ങനെ പിടിക്കാതെ. അത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി കെട്ടിവെക്കുന്നല്ലേ. ഇതൊക്കെ അഭി കൊണ്ടുവന്ന പെട്ടികളാ, ഞാൻ കൊണ്ടുവന്നല്ല. അല്ലല്ല, ഇത് രണ്ടാമത് നമ്മൾ കൊണ്ടുവന്ന പെട്ടിയാന്ന് തോന്നുന്നു. നമ്മള് നാട്ടിൽ പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്ന. അതേപോലെ ഈ ബാഗ്, ഈ ബാഗ് ഉണ്ടോ? ഇത് എല്ലച്ചാറ്. അതല്ലേ ഞാൻ പറഞ്ഞേ അബിയുടെ ഇതൊക്കെ ഉണ്ടെന്ന്. എന്തോ അത് കളഞ്ഞോ? നിന്നെ കളയണോ? നിന്നെ കളയണോ അതിനാ? ആ അത് കളയാം. അത് മോന് വേറെ സീറ്റ് ഉണ്ടല്ലോ കാറിലിരിക്കാൻ. പിന്നെ എന്തിനാ അത്? അത് സ്മോളായി മോനെ. മോനെ അതിൽ ഇരിക്കാൻ പറ്റിയിട്ട് കാര്യമില്ല. നിനക്ക് കാറിലിരിക്കുമ്പോ നിനക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല അതിനകത്തിരുന്ന്. കണ്ടോ കുഞ്ഞിന്റെ കാല് താഴെ. കുഞ്ഞിനെ നേരെ ഇരിക്കാൻ പറ്റില്ലെന്നേ. ബെൽറ്റ് ഇട്ട് കഴിയുമ്പോ നിനക്ക് ഇരിക്കാൻ പറ്റൂലെന്ന്. എന്റെ ദൈവമേ. ഓ ശരി. നല്ല സുഖമാണോ? ഓക്കെ. കുറച്ച് ഡ്രസ്സും കൂടെ ഉണ്ട് കളയാനായിട്ട്. ഇതൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത ടൈപ്പ് ഡ്രസ്സുകളാട്ടോ. അല്ലാത്തതല്ല നമ്മള് മീൻസ് ഇതിന് കൊടുക്കും, ചാരിറ്റിക്ക് കൊടുക്കാം. ഇത് ചാരിറ്റിക്ക് കൊടുക്കാൻ പറ്റാത്ത ടൈപ്പാ, കറയായതൊക്കെ. എന്റെ കുഞ്ഞിന്റെ അല്ല. പിന്നെ കുറച്ച് നമുക്ക് ഇതുപോലെ പുല്ല് നമ്മൾ വെട്ടിയത് കളയണ്ട, അത് അവിടെ കൊണ്ട് തന്നെ കളയണം. അല്ലേ അമ്മേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇത് കൊണ്ട് കളയലാട്ടോ. അപ്പൊ ഇനി ബാക്കി നമുക്ക് ഇതെല്ലാം നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റാം. വണ്ടിയിലോട്ട് കയറ്റി നേരെ കളയുന്നിടത്ത് പോവാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നാണ് കേട്ടോ നമ്മുടെ വേസ്റ്റ് കളയേണ്ട ദിവസം. ആക്ച്വലി ടൈം പോയി, നമ്മളിവിടെ ഓടിപ്പടച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ എല്ലാത്തിനും ഓരോരോ അപ്പോയിൻമെന്റ് സ്ലോട്ടാണല്ലോ. നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 മണിക്കാണ്. ഇപ്പൊ സമയം 9:30 വേഗം എടുത്ത് വെക്ക്. അപ്പൊ ഞങ്ങളെ ഇവിടെ നിർത്തിയിട്ട് പോകേണ്ടി വരും വെച്ചായാ. ഇത് മടക്കി വെക്കണമെങ്കിലേ പാമയുടെ കാർ സീറ്റൊക്കെ അങ്ങോട്ടേക്ക് നീക്കി നമ്മള് സ്പേസ് ആക്കുവാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി ഇവിടെ കിടന്നുറങ്ങിയിട്ടുള്ളൂ ഇടുക്കിയിൽ അല്ലേ ചേ? അതെന്താണെന്നറിയോ? ഇത് ഇതിനകത്തോട്ട് പിടിച്ചിട്ടുണ്ട്, ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇതാ ഇത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് കളയാൻ. പാമ കളയുന്നില്ല. നമുക്കൊരു വാർമറൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു, പോർട്ടബിൾ വാർമറൊക്കെ, അതെല്ലാം കളയുക. അത് ഭയങ്കരമായിട്ട് കറണ്ട് എടുക്കുന്നു അല്ലേ ആ വാർമറേ? ആദ്യം ഓക്കെ ആയിരുന്നു, ഇപ്പൊ പിന്നെ ചൂടില്ല, ചൂട് നിൽക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ക്യാമ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ, ഷീറ്റ്, ടാർപ്പ ഷീറ്റ്. അപ്പോൾ അതിലങ്ങ് അത് വിരിച്ച് വെച്ച് ഇങ്ങനെ അങ്ങ് വെക്കുവാണെങ്കിൽ നമുക്ക് കാറ് ചീത്തയാവാതെ
അങ്ങ് കൊണ്ടുപോവാം. ഇത് ഫൈനലി ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കയറ്റി കേട്ടോ. അങ്ങനെ കാർ ഫുള്ളായി. ഇനിയിപ്പോൾ നമ്മുടെ ആ കാർ സീറ്റും കൂടി ഉള്ളൂ. ഇത് കളയാൻ എനിക്ക് തീരെ മനസ്സ് വരുന്നില്ല. പക്ഷെ വെച്ചോണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ. നമുക്ക് യൂസ് ഇല്ല. അത് മാത്രമല്ല, ഇത് ഇനി പിള്ളേർ നീ ആലോചിച്ചു, ചെറിയ പിള്ളേർക്ക് ഇങ്ങനെ തിരുത്താൻ പറ്റും. 2-3 വർഷം നമ്മളിങ്ങനെ വെച്ചില്ല. ഇല്ല ഇതങ്ങ് അടച്ചേക്കാവോ? എൻ്റെ ഫോൺ ആമിയുടെയിലുണ്ട്, അതിൽ അപ്പോയിൻമെന്റ് സ്ലോട്ടുള്ള. ബാക്ക് ഡോർ അടച്ചോ? വേഗം അടച്ചേക്കേ. നമ്മൾ ആമി ജനിച്ചപ്പോൾ ഇതേപോലെ കൊണ്ടുപോയതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇങ്ങനെ പിടിച്ച് ലെറ്റ്സ് ഗോ കം. നമുക്ക് ഇവിടെ ഈ കാർ സീറ്റ് ഉണ്ടെങ്കിലേ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ കൊച്ചിനെ നമുക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുള്ളൂ അല്ലേ? ഓർക്കുന്നില്ലേ? അങ്ങനെ ഇല്ലല്ലോ. കാരണം ഇപ്പൊ നമുക്ക് കാറില്ലാത്തവരാണെങ്കിലോ, കാറില്ലാത്തൊരു ബസ്സിൽ പോകുന്നവരാണെങ്കിലും പ്രാമ് വേണം. എങ്ങനെയാണെങ്കിലും വേണം അല്ലേ? അല്ലാതെ നമ്മൾക്ക് ഡിസ്ചാർജ് കിട്ടത്തില്ല. അങ്ങനെ എന്തൊക്കെയുണ്ട്. കാർ സീറ്റ് വേണമെന്നില്ലല്ലോ. ഇല്ല, ചമ്മിപ്പോയൊന്നുമില്ല. അങ്ങനെ ഇത് വേസ്റ്റ് കളയുന്ന ആ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടത്. റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ ഇവിടെയാണ് നമ്മൾ കളയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ അവിടുന്ന് ഒരു വണ്ടി ഇറങ്ങി വരുമ്പോ ഇവിടുത്തെ ഒരു വണ്ടിക്ക് കയറിപ്പോ. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇത് ഓരോന്നോരോന്നായിട്ട് കൊണ്ടേ കളയുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആമി നീ ഓക്കെയാണോ? ആമിക്ക് സങ്കടാണ്. ആമി പറയണ ആമിയുടെ ഒന്നും കളയണ്ടാന്ന്. നമുക്ക് പുതിയത് മേടിക്കാം കേട്ടാ. ഇത് അടുത്ത് നമ്മുടെ ക്ലോത്ത്സ് പോകുന്നുണ്ട്. ക്ലോത്ത്സ് ഒക്കെ ജനറൽ വേസ്റ്റിലോട്ടാണ്. മെറ്റേണിറ്റി പില്ലോ എന്തോ അത് മോൻ കൈ പിടിച്ചോ കേട്ടാ. ഒരുപാട് പേര് ആക്ച്വലി ഇവിടെ വേസ്റ്റ് കളയാൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അപ്പോയിൻമെന്റ് എപ്പോഴും ഫുള്ളായിരിക്കും. നമുക്ക് വളരെ വിരളമായിട്ടാണ് ഇവിടെ അപ്പോയിൻമെന്റ് കിട്ടാറ്. അങ്ങനെ നമ്മുടെ എല്ലാ സാധനങ്ങളും പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. എല്ലാം കളഞ്ഞു. ഇനി ഇന്ന് ചെന്ന് കഴിയുമ്പോ എടുത്തു വെക്കുമ്പോ ഉണ്ടായിച്ചേ പിന്നെയും കുറെ സാധനം. അവളുടെ അടുത്ത് മമ്മി വന്ന് അബീരുടെ അടുത്ത് മമ്മി ഇല്ല. എന്റെ കയ്യിലും ഭയങ്കര സ്മെല്ലായിരുന്നു. അല്ലെങ്കിലും കുളിക്കണേ വേസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട്. വേണ്ട ഇവിടെ ഇതേ കാർ വാഷ് ചെയ്യുന്ന സാധനമൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ. മറ്റേ ഇതൊക്കെ ഉണ്ട് അവിടെ. അവിടെ മറ്റേ ഗ്രാസ് കട്ടിംഗ് മെഷീൻ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. സൈക്കിൾ ഉണ്ടാവാറുണ്ട് നല്ല. നമ്മളെ മിൻസയിൽ ഒരു ഓർഡർ വന്നിട്ടുണ്ട് നമുക്ക് സ്വിൻഡനിൽ നിന്ന്. അപ്പോൾ അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. നമ്മുടെ ഇവിടെ SN5 തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇത് നമ്മൾ ഡെലിവറി സ്ഥലത്തേക്ക് എത്തി കേട്ടോ. നല്ല അടിപൊളി ഏരിയ. കാരണം ഞങ്ങൾ മുന്നേ നമ്മൾ നിന്ന് നോക്കിയിട്ടുണ്ട് ഈ സ്ഥലം അല്ലേ. പുതിയ പുതിയ വീടുകളാണ് ആ ഏരിയ. അത് ഇത് നമ്മൾ ഇഷ്ടികല്ല, വേറെ തരം മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. പുതിയ വീടുകളാട്ടോ. അതെ, പുതിയ വീടുകൾ ഇനിയും പണിയുന്നതാണോ എന്താ സെറ്റപ്പ് എന്ന് അറിയത്തില്ല. അതിവിടെ സൈഡിൽ തന്നെ നിർത്തിയാൽ മതി. ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും മാറി ഞങ്ങൾ സീറ്റ്. പിന്നെ ചേച്ചിനെ കണ്ടപ്പോഴത്തേക്കും പിന്നെ എന്ത് പിന്നെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഡെലിവറി കൊടുക്കാൻ പോകുന്നത്? ഞാൻ ആദ്യമായിട്ടല്ല, ഞാനിത് രണ്ടാമത് ഇങ്ങനെ കയ്യിൽ തന്നെ ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അല്ല, മൂന്നാമത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആൾക്കാരെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ആങ്സൈറ്റി, സോഷ്യൽ ആങ്സൈറ്റി ആണ് എനിക്ക്. ചേച്ചി അവര് കാണുന്നുണ്ടെങ്കിൽ നന്ദിട്ടോ. അതെ, അഭി വർത്താനം പറഞ്ഞു കേട്ടോ. എനിക്ക് വർത്താനം പറയാൻ അറിയില്ല. ദാറ്റ്സ് മൈ പ്രോബ്ലം. അപ്പൊ അടുത്ത് നമ്മൾ ആൽദിയിൽ പോവാണ് കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. എന്റെ ദൈവമേ, എന്റെ ജോയ് മേടിച്ചാനുണ്ട്. പിന്നെന്താ ഉള്ളത്? ഡ്യൂട്ടി മേടിക്കണം. ഡ്യൂട്ടിയോ? എന്ത് ഡ്യൂട്ടി? പക്ഷെ സമയായില്ലേ? നഴ്സറി പോവാനോ? നഴ്സറി പോണ്ട. ആൽദിയിലെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. ഇത് നമ്മൾ വേസ്റ്റ് കളയാൻ കൊണ്ടായിട്ട് അറപ്പായിപ്പൂടെ ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. മാറ്റാൻ സമയം കിട്ടി.
ആമിയെ ഞങ്ങൾ വരുന്നതിന് മുന്നേ മാൽക്കോം മേടിക്കുന്ന മാൽക്കാത്ത എനിക്ക് മനസ്സിലായി എന്തെന്നാ ഈ മാൽക്കോംന്ന്. മാക്രോൺ ആയിരുന്നു ഉദ്ദേശിച്ചത്. മമ്മിക്കോ? എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ല മോനെ. എന്നിട്ട് ആമിക്ക് വേണ്ടത് എടുക്ക, എന്നിട്ട് അടച്ചോ. ഇനിയിപ്പോ നമുക്ക് വേറൊരു ചെറിയൊരു പരിപാടി ഉണ്ട്. നമ്മുടെ ഫ്രണ്ട് നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ കാർ സ്റ്റാർട്ട് ചെയ്തിരണം അല്ലേ? ഇടക്കിടയ്ക്ക് പോയി നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. അപ്പൊ ഇടക്കിടയ്ക്ക് പോയി 5 ദിവസം കൂടുമ്പോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതെ, ഫ്രണ്ടിലോട്ടും ബാക്കോട്ടും ആക്കിയിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്നാ അറിയോ, ഇപ്പൊ ഇതല്ലേ എന്ത്, ഇപ്പൊ സമ്മറാണ്. എന്ത് പറ്റി? ഇപ്പൊ സമ്മർ അല്ലേ, അതുകൊണ്ട് രസല്ലേ. അതെ അതെ. അങ്ങനെ ഒരു അബി കാർ സ്റ്റാർട്ട് ചെയ്ത് തരാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓടിക്കുന്നുണ്ടോ? അതേ സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളോ? ആ, ഓടിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഇൻഷുറൻസിലൊക്കെ ആഡ് ചെയ്യണ്ടേ? എന്തേ സ്റ്റാർട്ട് ആവണില്ലേ? വണ്ടി എടുത്ത് വെച്ചാട്ടെ. ഇത് നേരെ വീട്ടിലോട്ടല്ല, ഒരു പാഴ്സൽ അയക്കാനുണ്ട്. ഒരു പാഴ്സൽ അയച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. നീയാണ് വീട്ടിലെ സാരിയാ? വീട്ടിലെ സാരിന്ന് മാക്രോൺ മൊത്തം തിന്ന് തീർത്തടാ. നമുക്ക് ഒരെണ്ണം തന്നിട്ട്, നമുക്ക് ഒരെണ്ണം മാത്രമേ തന്നുള്ളൂ. അല്ല ഇവിടെ ഇരുത്തിയില്ല. അടുത്ത ഞങ്ങൾ ഇതൊരു പോസ്റ്റ് അയക്കാൻ വേണ്ടി വന്ന ഇത് ഒത്തിരി സ്പെഷ്യൽ ഉള്ള ഒരു ഓർഡർ കേട്ടോ. 2022 മുതൽ ഞങ്ങൾ അറിയുന്ന ഒരാളാണ്, ഞങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം പുള്ളിയുടെ വൈഫിന് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഓർഡർ ചെയ്തത്. പുള്ളി പറഞ്ഞതുപോലെ ഇത് നമുക്കൊരു സ്പെഷ്യൽ പാഴ്സലാണ്. നമ്മളെപ്പോഴും പുള്ളിയുടെ കമൻ്റ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഓർഡർ വന്നപ്പോഴേ ഞാൻ അബിനോട് പറഞ്ഞു, അബി ഇത് നമുക്ക് എപ്പോഴും കമൻറ്റ് ഇടാറുള്ള ആ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ചേച്ചിക്ക് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. May 23 എങ്ങാണ്ടാണ് പറഞ്ഞത് ബർത്ത്ഡേ. അപ്പോൾ ഇതിന് മുന്നേ എത്തും കേട്ടോ. നമ്മുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വക ഒരു ചെറിയ സമ്മാനം. 2022 മുതൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നത്. അപ്പം ഇപ്പോൾ എത്ര വർഷമായി? 3-4 വർഷമായി അല്ലേ? ഒരു വലിയ ജേണിയാട്ടോ. കാരണം ഞങ്ങൾ ആ തുടങ്ങിയത് നമ്മൾ 2022-21 എനിക്ക് തോന്നുന്നു നമ്മൾ ചാനൽ തുടങ്ങിയത്. ആ ഒരു സമയത്ത് നമ്മുടെ ഉയർച്ചകളും താഴ്ചകളൊക്കെ കാണുന്ന ഒരു പുള്ളിയാട്ടോ. അപ്പം ഒത്തിരി നന്ദി നമ്മുടെ വീഡിയോ കാണുന്നതിനൊക്കെ. ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പം ഞങ്ങൾ ഇതേ ഒരു പിസ്സ മേടിച്ചു കേട്ടോ. അങ്ങനെ പിസ്സ കട്ട് ചെയ്ത് കഴിക്കുവാണ്. എന്റെ ടോയ് സാഡായോ? എന്ത് ചെയ്തിട്ട്? അയ്യടാ, ഐസ്ക്രീം തിന്നിട്ട് അവളുടെ ബോയ് സാഡായി പോലും. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലല്ലേ? ഇതാ മീറ്റ് ഫീസ്റ്റിന്റെ നല്ല സാധനം കേട്ടോ. അൽദിന്ന് എടുത്തതാണ്. നല്ല ഐറ്റം, നല്ല സാധനം. നല്ല ചീസൊക്കെ ആയിട്ടുണ്ടോ? കഴിക്കട്ടെ.